ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ നിങ്ങളിലേക്ക് വന്ന് ചേർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ എൻ്റെ കാർഡിനെ യൂണിവേഴ്സ് എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ട് തന്നെ ഞാൻ ഗൈഡ് ചെയ്യുവാൻ എന്നെ സഹായിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിലെ കറക്റ്റ് എനർജി വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെയും റിലേഷൻഷിപ്പിലെ കറണ്ട് എനർജി എന്താണ്. സണ്ണാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. 12 നമ്പറാണ്. ക്യാൻസർ, കർക്കിടകം, ലിയോ, ചിങ്ങം ഓക്കെ വന്നിട്ടുണ്ട്. 19 നമ്പർ വന്നിട്ടുണ്ട്. 10/1 ജനുവരി. ഇവിടെ വന്നിരിക്കുന്ന ടോറസ് ആണ്. 5 നമ്പർ, 5-ാം മാസം ടോറസ് ആണ്. ഇടവ മാസമാണ് വന്നിരിക്കുന്നത്, ഇടവം രാശി. അവിടെ 3 വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് മാർച്ച്. 6 നമ്പർ വന്നിട്ടുണ്ട്, ജൂൺ മാസം. ടോറസ് ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്, ഇടവ മാസം. 7 വന്നിട്ടുണ്ട്, ജൂലൈ. വീണ്ടും ടോറസ് ആണ്. ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് ടോറസ് ആണ്. ഇടവ മാസമാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഏരീസ് വന്നിട്ടുണ്ട് 4 ഏപ്രിൽ മാസം. ഓക്കെ, നിങ്ങൾക്ക് ഈ നമ്പറോ ഈ മാസമോ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് വരുന്നോ എന്ന് നോക്കുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏറ്റവും കറക്റ്റ് റീഡിങ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു സമയത്ത് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും മാറി, എല്ലാ ബന്ധനങ്ങളും മാറി നിങ്ങൾ ഫ്രീ ആകാൻ പോകുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് റെസ്റ്റ്, മാനസികമായും ശാരീരികമായും ഉള്ള റെസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർ തളർന്നിരിക്കുകയാണ്. ഈ റിലേഷനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിലേഷൻ്റെ പിറകെ ഓടി തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. നിങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. നിങ്ങളോട് മാപ്പ് പറയാൻ അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പുറമേ ഉള്ള ഒരു കാര്യത്തിലേക്കും ശ്രദ്ധയില്ല. അവരിപ്പോൾ ഐസൊലേഷനായിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. ഇവിടെ ഈ ഒരു മനുഷ്യൻ ഈ അവരുടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ട് ഇതെല്ലാം പടച്ചട്ടകളാണ്. ഈ എന്തെങ്കിലും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ധരിക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം ഒരു മാറ്റി വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇനി ഒന്നിനും തയ്യാറല്ല. നിങ്ങളുമായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഈ എനർജിയിൽ ഒന്നിനും കരയാനും തയ്യാറല്ല, അല്ലെങ്കിൽ വഴക്കിടാനോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അതിനോട് ബന്ധിച്ചിട്ട് എന്തെങ്കിലും ടെൻഷൻ ആവാനോ ഒന്നിനും നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളിപ്പോൾ ഐസൊലേഷനായിട്ട് പ്രാർത്ഥനയോട് കൂടി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഹെയറോഫൻ്റ് വന്നിരിക്കുന്നത്? നിങ്ങൾ ചില നോളജ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട്, സ്പിരിച്വൽ നോളജുള്ള വ്യക്തികൾ, ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെ കാണുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഈ റിലേഷൻ്റെ അവസ്ഥ എന്താണ്, ഇതിലേക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് ഇത് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയുന്നതിന് നിങ്ങൾ ചിലപ്പം പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്യുകയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലത്തെ കുറച്ച് പുരോഹിതരോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ലൈഫിലേക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
എന്തെങ്കിലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഇന്നൊരു ചർച്ച നടക്കുകയോ ഇന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാരെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലോ സ്വത്തുമോ പണമോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുടുംബ സംസാരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ പണം തരാൻ ഉണ്ടെങ്കിൽ ആ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് ആ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികളുമായിട്ട് അതെങ്ങനെയെങ്കിലും മേടിച്ച് കിട്ടുന്നതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. അടുത്ത നോക്കാം. ഇത് എംപ്രസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കെയറിങ് നേച്ചറുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ എവിടെ നിന്നിരുന്നാലും അവിടെ എല്ലാം അനുഗ്രഹമാണെന്നും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് ഒരു കുടുംബം പുലർത്തുവാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് അബണ്ടൻസ് ഉണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തിയാണെന്ന് അതിശയത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതോ ചോദിക്കുന്നതോ അവർക്ക് അത്ഭുതത്തോടെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എല്ലാം ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടായിരുന്നു, അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പണം വന്നുകൊണ്ടിരുന്നു. ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ഒരുപാട് ജോലി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ ഒരു നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ജോലി സംബന്ധമായിട്ട് നല്ലൊരു പൊസിഷനിലോട്ടാണ് കടന്നു പോയിരിക്കുന്നത്. സാലറി ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതുവരെ നിന്നിരുന്ന പോസ്റ്റിൽ നിന്നും കുറച്ചുകൂടി പ്രൊമോഷൻ ലഭിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഇവിടെ എല്ലാ രാശികളും വന്നിട്ടുണ്ട്. ഏരീസ്, ടോറസ്, ജെമിനി, മേടം, ഇടവം, മിഥുനം, ക്യാൻസർ, ലിയോ, വെർഗോ, ചിങ്ങം, ക്യാൻസർ, കർക്കിടകം, ചിങ്ങം, കന്നി, ലിബ്ര, സ്കോർപിയോ, സജിറ്റേറിയസ്, തുലാം, വൃശ്ചികം, ധനു, കാപ്രിക്കോൺ, അക്യൂറിയസ്, സ്പൈസീസ്, മകരം, കുംഭം, മീനം. ഓക്കെ, ഈ ഒരു രാജകുമാരിയുടെ തലയിലിരിക്കുന്നത് 12 സോഡിയാക് സൈനെയാണ് ഈ ഒരു രത്നങ്ങളെ സൂചിപ്പിക്കുന്നത്. ഈ ഡയമണ്ടിനെ സൂചിപ്പിക്കുന്നത് 12 സോഡിയാക് സൈനയാണ്. അപ്പോൾ ഇതിലിവിടെ 12 സോഡിയാക് സൈനും വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് സുഖ സൗകര്യങ്ങളിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്നും. വീനസ് ആണ് വന്നിരിക്കുന്നത്. വീനസ് ആകുമ്പോഴത്തേക്ക് പങ്കാളി വൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. ഇതിൽ സ്ത്രീ ജനം ആരാണോ, ഇപ്പം നിങ്ങളിപ്പോൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് സൗന്ദര്യമുള്ള വ്യക്തിയാണെന്നും അവർ ഒരുപാട് നല്ല ഗ്രോത്ത് ഉള്ള വ്യക്തിയാണെന്നും അവരെവിടെ നിൽക്കുന്നു അവിടെയെല്ലാം ഗ്രോത്ത് സംഭവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഒരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളൊരു നല്ല കുടുംബത്തിലുള്ള വ്യക്തിയാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് സൗന്ദര്യമുള്ള വ്യക്തിയാണെന്നും ചിലപ്പം നിങ്ങൾ ബ്യൂട്ടി പാർലർ ഒരു സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷിയുമായിട്ടോ അല്ലെങ്കിൽ ചെടിയുമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒരുപാട് അത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളൊരു ഫാമിലി വേണമെന്നും നിങ്ങളൊരു കുഞ്ഞ് വേണമെന്നും ഒക്കെ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു കുട്ടി വേണം, കുഞ്ഞിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സംസാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തികളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കുഞ്ഞ് വേണം, നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കുഞ്ഞ് വേണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്തോ അടുത്ത ദിവസങ്ങളിലോ ഇത് ഓർത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പോ എന്നേക്കുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നും പോകും എന്ന് മനസ്സിലായി. മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിലോട്ട് കടന്നു വരുന്നു, നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി ചെറിയ ജലസി ഫീലൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അനുഭവപ്പെടുന്നുണ്ട്.
ഒരു പെയിൻ സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ മറ്റുള്ള ആൾക്കാരോട് മിണ്ടുന്നതും എടുക്കുന്നതും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ? നിങ്ങളിപ്പോൾ കൂടുതലും ശ്രദ്ധ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നില്ല. നിങ്ങളോട് എങ്ങനെയാണോ കാണിച്ചത് അതുപോലെ നിങ്ങൾ ഇപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് കോളോ മെസ്സേജോ ഒന്നും നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തേക്ക് പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു പെയിൻ നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. ഓക്കെ, പെയിൻ വന്നോട്ടെ. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് പോയി കോൺടാക്ട് ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈഗോ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ എത്രത്തോളം പിറകെ ചെല്ലുന്നോ അത്രത്തോളം അവർക്ക് ഈഗോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും നിങ്ങൾക്ക് വീണ്ടും പെയിൻ തരാനേ അവർ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു എൻഡ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ വേണം. അവർ തയ്യാറാവുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് അവർ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഇപ്പം ദാനം ചെയ്യുകയാണ്. ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു സക്സസ് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുവാൻ നേർച്ച നേരുകയോ, വിശുദ്ധ മന്ദിരങ്ങളിലായിരിക്കും നിങ്ങൾ ദാനം കൊടുക്കാമെന്ന് നേരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു ചില വ്യക്തികൾക്ക് ദാനം കൊടുക്കുന്നുണ്ടായിരിക്കും. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഒരു പുതിയ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഒരു പുതിയ ഹാപ്പിനെസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അതിനെല്ലാം ആക്ഷൻ എടുക്കാൻ പോകുന്നു. യൂണിവേഴ്സിൽ നിന്നും ഒരു ആക്ഷനാണ് വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു കരിയറിന്, സാമ്പത്തിക പ്രശ്നത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്യുകയും ചിലപ്പോൾ ബാങ്കിൽ ലോണിനോ മറ്റോ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അത് നിങ്ങളുടെ പേഴ്സണ് ഇന്ന ദിവസം ചിലപ്പം ഓക്കെ ആയി കിട്ടാൻ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ 7 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചിലപ്പം നിങ്ങളുടെ പേഴ്സണ് അത് ലഭിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പോവുകയാണ്. നിങ്ങൾ ലോങ് ടൈമായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ജോലി, നല്ലൊരു സാലറിയോട് കൂടി തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു ജോലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഒരു പുതിയ, ഇതുവരെ കണ്ടതുപോലെയല്ല, ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാറാൻ പോകുന്നു. ഓക്കെ, ഇതുവരെ കരഞ്ഞ് തളർന്നിരുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചില സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിങ്ങളിൽ നിന്ന് അകന്നു നിന്നിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടേതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ സാമ്പത്തിക ഭദ്രത അവരിലേക്ക് വന്നു ചേരുകയും നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ എൻജോയ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയും എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ തങ്ങളിലൊരു കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് നടക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ലൈഫിൽ ആരാണ് ചീറ്റ് ചെയ്തത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അതറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുകളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സുകളോ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അവരുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ആരെങ്കിലും തകർക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എതിർക്കേണ്ട വ്യക്തികളുമായിട്ട് എതിർക്കാൻ നിങ്ങളുടെ പേഴ്സൺ പുറപ്പെടുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങളിലേക്ക് കടന്നു വരും. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചെന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അപ്പം നിങ്ങൾക്കൊരു ഗ്രോത്താണ് ഈ ഒരു സമയത്ത് കാണുന്നത്, സെലിബ്രേഷനാണ്. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇത് റിലേഷൻ ബേസിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എടുക്കാം. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഇത് പല വ്യക്തികളും അവരുടെ പേഴ്സണൽ റീഡിംഗ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. ഇന്നലെയൊക്കെ ഒരുപാട് പേര് വെല്ലുവിളിക്കുകയായിരുന്നു അവരുടെ
പാർട്ട്ണർ ഗൾഫിലാണെന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നോ ഈ സമയം നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വെല്ലുവിളികളൊക്കെ നടക്കുന്നു. ഒരു പക്ഷേ അവരുടെ ദുഃഖം കൊണ്ടായിരിക്കും പാർട്ട്ണർ അവരിലേക്ക് എത്താത്തതിൻ്റെ വിഷമം കൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കാം. എങ്കിലും അവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരുടെ എനർജി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ജനറൽ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ആശ്വാസവും സമാധാനവും ഒരു അഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അഫർമേഷനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അഫർമേഷൻ ലഭിക്കും. പിന്നെ ചിലത് പേഴ്സൺ വരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത് മൂവ് ഓൺ ചെയ്യേണ്ട വ്യക്തികൾ, അത് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ചില വ്യക്തികൾ അവരുടെ നല്ല സമയങ്ങൾ മുഴുവനും അവർ വേസ്റ്റ് ചെയ്ത് കളയുന്നു. അവർ ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അവർ പുതിയ ലൈഫിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അവർ പേരൻസിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരെ തന്നെ വിഷമിപ്പിച്ച് നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു റീഡിങ് അവരുടെ എനർജിയാണ് ആ കടന്നു വരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് അവരെ ഒന്ന് ബെറ്റർ ആക്കുന്നതിനും സെൽഫ് ലവിലേക്ക് കൊണ്ടുപോകുന്നതിനും പറയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാത്ത വ്യക്തികൾ അത് നിങ്ങളുടെ അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്നും ആ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുക. മണിക്കൂർ ഇടവിട്ട് റീഡിങ് എടുക്കുക. അത് ചിലപ്പം എനിക്ക് സമയമുള്ളെങ്കിൽ ഞാൻ മണിക്കൂർ ഇടവിട്ട് എടുക്കുമായിരിക്കും. അത് മണിക്കൂർ ഇടവിട്ടാണെങ്കിലും അതിനനുസരിച്ചുള്ള റീഡിംഗ് ആണ് വരുന്നത്. ഇപ്പം ഇന്ന് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഒരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത എനർജി ആയിരിക്കും വരുന്നത്. എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണിക്കൂർ ഇടപെട്ട് റീഡിംഗ് ഇടുന്നുവെന്ന്. ഞാൻ ഇന്നലെ രാവിലെ ഇട്ടതിന് ശേഷം പിന്നെ ഇട്ടത് വൈകിട്ടാണ് റീഡിംഗ് ഇട്ടിട്ടുള്ളത്. മണിക്കൂർ ഇടവിട ഈ ബസ് ഉണ്ടല്ലോ, ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് വരും. അപ്പം ചോദിക്കേണ്ടതായിട്ടുണ്ട്, എന്തിനാണ് ഇത്രയധികം ബസ്സുകൾ ഈ നിരത്തിലൂടെ ഓടുന്നതെന്ന്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ബസ് പിടിച്ച് നിങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങുക. പിറകെ വരുന്ന ബസ്സുകൾ മറ്റാർക്കെങ്കിലും ഉള്ളതാണെന്നും അവരുടെ സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സുകളാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടേതല്ലാത്ത ബസ്സിലേക്കും നിങ്ങളുടേതല്ലാത്ത സ്റ്റേഷനിലേക്കും ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാകുന്നത്. നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങൾ ആ ബസ് പിടിക്കേണ്ട. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു മറുപടിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളിലേക്ക് കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തെങ്കിലും വർക്ക് സംബന്ധമായിട്ട്, അവരുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പുറത്ത് പോലും ഇറങ്ങാൻ വയ്യാത്ത വിധം വലിയ ടെൻഷനിലാണ്. അവരുടെ ജോലി സ്ഥലത്ത് പോലും വരാൻ വയ്യാത്ത വണ്ണം അവർ വളരെ ടെൻഷനിലാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെന്നും നിങ്ങളുടെ കെയർ ലഭിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ദൂരെയാണെങ്കിൽ അതിനെ ഓർത്തും നിങ്ങൾ ഈ ഒരു സമയത്ത് അടുത്തില്ലല്ലോ, ഒന്ന് സമാധാനിപ്പിക്കാൻ നിങ്ങൾ അടുത്തില്ലല്ലോ എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയായിരിക്കും. ഈ ഉപേക്ഷിച്ച് പോയപ്പോഴത്തേക്ക് അവരുടെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചു എന്നും നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവരുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി തിരിച്ചു വരണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നും അവരാഗ്രഹിക്കുന്നു. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്കൊരു നിമിഷം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ തയ്യാറാവുകയാണ്. ഒരുപാട് സ്നേഹം നിങ്ങളോട് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിലോട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ.
ആക്ഷൻ എടുക്കും. നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിന് മാനസിക ബലം എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും മാനസിക സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, മാനസിക ബലം ഇല്ല നിങ്ങളെ കാണുന്നതിനോ നിങ്ങളെ ഫേസ് ചെയ്തതിനോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനോ ഈ ഒരു സമയത്ത് അവർക്ക് മാനസികമായി തയ്യാറായില്ല എങ്കിൽ അവർ തയ്യാറാകുകയാണ്. നിങ്ങളെ വന്ന് കാണണമെന്നും നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും ഒക്കെ അവർ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്രാ മധ്യത്തിലായിരിക്കും കണ്ടിട്ടുള്ളത്. ഓക്കെ, പെറ്റിനെ ചിലപ്പം പെറ്റിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഒരുപാട് ഇണക്കി വളർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഡോഗിനെയോ മറ്റെന്തെങ്കിലും കാര്യത്തെയൊക്കെ സ്നേഹിച്ച് വളർത്തുന്ന വ്യക്തിയായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇപ്പം ലൈഫെല്ലാം ഒരു സ്റ്റേബിളിൽ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഹെറോഫൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മറ്റ് വ്യക്തികളുമായിട്ട് കോൺടാക്റ്റിൽ പോവുകയാണ്. കുറച്ച് ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികളെ കാണുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില അഡ്വക്കേറ്റുമായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അഡ്വക്കേറ്റിനെ ഇതിൻ്റെ ഇടയിൽ സംസാരിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻ ഒന്നാക്കി കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർ വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ, യാത്ര ചെയ്ത് വരുവാനും ഒക്കെ ഈ ഒരു സമയം സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി ഫാമിലി ആണെങ്കിൽ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്? ഫാമിലി തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫാമിലി എന്ന് പറയുമ്പോൾ പേരൻസ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേരൻസ് തേർഡ് പാർട്ടി ആയിരിക്കുന്ന വ്യക്തികൾ ആണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. കുടുംബത്തിൽ നിന്നുള്ള മാറിപ്പോകുമെന്നും, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കില്ല. അവർ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും എന്ന്, അവരൊറ്റപ്പെട്ടു പോകും. ഐസൊലേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിന് ഇനിയും മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകുകയാണെങ്കിൽ അവർ ആ കുടുംബം വിട്ടു പോകുമെന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വേണ്ടിയിട്ട് ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എന്തായാലും അവരെടുക്കും. നിങ്ങളെ മറക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പേരൻസ് പറയുകയാണ്. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി കൊണ്ടുവരണമെന്നും അത് കൺട്രോളിൽ കൊണ്ടുവരണമെന്നും നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ സഹായിച്ചതുമെല്ലാം നിങ്ങളാണ് എന്ന് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും മാറിപ്പോകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും മാറിപ്പോകുമോ ഈ ഒരു സമയത്ത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. അവിടെ ചില ആക്ഷനുകൾ നടക്കുകയാണ്. വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം പെട്ടെന്ന് എന്നൊന്നും നടക്കത്തില്ല. ഒരു 7-8 മാസത്തിനകം വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. തേർഡ് പാർട്ടി മാറിപ്പോകും. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് 7-8 മാസത്തിനകം ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് വരുന്നതാണ്. എന്തായാലും അവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പം അവിടെ നിന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആയാലും വിട്ട് വരുന്നതല്ല, വെയിറ്റ് ചെയ്യുക. ഒരു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുമായിട്ട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? എൻ്റെ വ്യൂസിൻ്റെ കരിയർ സംബന്ധമായിട്ട് ഒരു റീഡിങ് തരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ കരിയർ സംബന്ധമായിട്ട് ഒരു റീഡിങ് തരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ കരിയർ സംബന്ധമായിട്ട് ഒരു റീഡിങ്. നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉയർന്നതായിട്ടുള്ള പോസ്റ്റ് ലഭിക്കും. ഓക്കെ, ഒരു ഗ്രോത്താണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ച വരിക്കും. നിങ്ങൾക്ക് സാലറി വർദ്ധിച്ച് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ ലഭിച്ചതിൽ നിന്നും ഉയർന്ന സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
പക്ഷെ വർക്കും കൂടി ചിലപ്പോൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്ഥലം മാറുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചില വ്യക്തികൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നുണ്ട്. ചില മാനസിക ഡിപ്രഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ അവിടെ നിന്ന് മാറണമെന്ന് ഒരുപാട് നിങ്ങൾ ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ളൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. ആ ഒരു ജോലി ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ചേഞ്ച് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. സാലറി നിങ്ങൾക്ക് വർദ്ധിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലിയും കൂടുന്നുണ്ട്, ജോലി ഭാരവും കൂടും. ഓക്കെ, ജോലി ഭാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രോത്ത് കൂടും, നിങ്ങൾക്ക് സാലറിയും ജോലിയൊക്കെ ഒരു നല്ല പൊസിഷനിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരെങ്കിലും സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രോത്ത് തന്നെയാണ് വരുന്നത്. അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില ജോലികൾ സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു ജോലിയിലേക്ക് തുടങ്ങുന്ന വ്യക്തികൾക്കും ഇത് നല്ല സമയമാണ്. താങ്ക് യു നോസ്. ഏതെങ്കിലും ബിസിനസ് പരമായിട്ട് തടസ്സങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ആ ജോലി തടസ്സപ്പെട്ടിരിക്കുന്നത്? എന്തെങ്കിലും ജോലി തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ ജോലി തടസ്സപ്പെട്ടിരിക്കുന്നത്? അത് മുന്നോട്ട് പോകാൻ കഴിയുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജോലി എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ബിസിനസ് ആവാം, ജോലിയാകാം. ഓക്കെ, എന്തെങ്കിലും ചില പ്രതിവിധികൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അമ്മയെ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ത്രീജനം, അമ്മ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ സ്ത്രീജനം, ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു വ്യക്തികളെ നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങൾക്കെല്ലാം ഓക്കെ ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ എന്താ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള അത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെയും. നിങ്ങളിലേക്ക് വരേണ്ട നന്മകളെ, നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു സമയം വരെയും. പക്ഷേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് നല്ല സമയമാണ്. അത് തുറന്ന് നിങ്ങളിലേക്ക് അനുഗ്രഹം വരാൻ പോകുന്നു. ഇതുവരെയും ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ മുന്നോട്ടൊരു വഴിയുമില്ലാതെ തകർന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമയമാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ, അമ്മയെ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹം വാങ്ങേണ്ടതായിട്ടുണ്ട്. അമ്മ അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീജനം, ഓക്കെ, ആരായാലും സ്ത്രീജനങ്ങളെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ മാനസികമായി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ സന്തോഷം നേടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ ഒരു മദറിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു സിംഗിൾ മദറിനെയോ അല്ലെങ്കിൽ ഒരു മദർ എനർജിയാണ് കാണിക്കുന്നത്. അവരൊരുപാട് വിഷമത്തിൽ കൂടിയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. അവർക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങളുടെ കോള് മെസ്സേജൊന്നും അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവർ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റിൽ വരിക, അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, റിലേഷൻ ഇപ്പം ഫുള്ളായിട്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിലോ മറ്റോ ആയി നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കും. ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൽ പൂർണ്ണമായി മൂവ് ഓൺ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരുമോ? യെസ്, പുതിയ വ്യക്തി തന്നെ കടന്നു വരും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൺ പോയല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കാരണം നിങ്ങളിലേക്കുള്ള വഴി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മുന്നോട്ട് നിങ്ങൾക്കിപ്പോൾ വഴിയില്ല. നിങ്ങൾ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ വന്നതിന് ശേഷം ഇവിടെ തട്ടിമറിഞ്ഞ് നിൽക്കുന്ന ഈ കപ്പിൽ നിൽക്കാനുള്ളതല്ല. വളഞ്ഞതാ ഇങ്ങോട്ട് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറേണ്ടതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ റിജക്റ്റ് ചെയ്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ഓഫർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വ്യക്തികൾ കാത്തു നിൽപ്പുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷം, ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വേറെ വ്യക്തികൾ ഇവിടെ പിറകിൽ കാത്തു നിൽപ്പുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ മാനസികമായിട്ടുള്ള തകർച്ചയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റൊന്നും കാണാൻ വയ്യാത്തത്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നു, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വരികയാണ്. അത് ഗ്രോത്ത് എത്രയും പെട്ടെന്നാണ് വരുന്നത്, പതുക്കെയല്ല വരുന്നത്, വളരെ സ്പീഡിന് തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പം നിങ്ങളിൽ നിന്ന് വിട്ടുപോയ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എല്ലാ വ്യക്തികൾക്കുമല്ല, ചില വ്യക്തികൾക്ക് തിരിച്ചു വരുന്നതായിരിക്കും. മറ്റ് ചില വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കുറച്ച് ഒരു 7 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് ആരുടെയൊക്കെ ലൈഫിലാണ് ഒരു റീയൂണിയൻ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു കോളോ മെസ്സേജോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ആഗ്രഹിക്കുന്നത് പോലെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇന്നൊരു റീയൂണിയൻ സാധ്യമാണ്. അവസാനിച്ചു എന്ന് വിചാരിച്ച പല പ്രശ്നങ്ങൾക്കും ഇന്നൊരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ. ഒരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു, ഡെത്തായി, ഇനി മുന്നോട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന പല വ്യക്തികൾക്കും ഇന്നൊരു റീയൂണിയൻ, ഒരു കോളോ മെസ്സേജോ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ഇല്ലാതിരുന്നു എങ്കിൽ ബാലൻസിങ്ങിലേക്ക് വരുന്നു. പക്ഷേ ആ ഒരു സംസാരം ഭയങ്കര സന്തോഷമുള്ള, ഒരുപാട് സ്നേഹവും ഒക്കെ ഉള്ള സംസാരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ മാനസിക വിഷമങ്ങൾ തന്നു എന്നിരിക്കും. എങ്കിൽ പോലും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഇന്ന ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദയവായി ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് വിശ്വസിക്കുക. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ജനറൽലെസ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം. ഇത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ്, ഓക്കെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. പക്ഷേ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതല്ല. ഓക്കെ. ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് വിചാരിക്കുക, അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിംഗ് ഞാൻ എടുക്കുന്നതല്ല. അപ്പം വിചാരിക്കും ഞാൻ എൻ്റെ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും പേഴ്സണൽ റീഡിംഗ് എടുക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസമുള്ളത് ആ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് റീഡിംഗ് തുടർന്ന് കാണണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റീഡിങ് ഇത് കാർഡിൽ വന്ന് വീഴുന്നത് പറയുന്നു എന്നുള്ളത് തന്നെ, ആ വീഴുന്നത് പോലും ഒരു എനർജി ബേസിലാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. വിശ്വാസമില്ലാത്തവർക്ക് ഇത് ചെറിയ ഒരു കാർഡ് മാത്രമായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാനിതെന്തായിരുന്നാലും ഒരുപാട് വർഷം കൊണ്ട് ഈ ഒരു റീഡിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസമാണ്. ഇതുപോലെ വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് ഇത് വെറും ചീട്ടുകൾ മാത്രമായിരിക്കും. ഓക്കെ. അതിപ്പം ദൈവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, നിരീശ്വരവാദികളും കാണും, വിശ്വാസികളും കാണും. നിരീശ്വരവാദികൾക്ക് അത് വെറും ഒരു കല്ല് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഇല്ല എന്ന് തന്നെ അവർ പറയും. അന്ന് വെച്ചിട്ട് അതിന് ശക്തി ഇല്ല എന്നൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഇവിടെ ഉണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.